നിലമ്പൂർ ഫലം യു.ഡി.എഫിന് നൽകുന്നത് തികഞ്ഞ ആത്മവിശ്വാസം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടത്താനുള്ള കരുത്താണ് നിലമ്പൂർ നൽകിയത്. മൂന്നാം വട്ടം പിണറായി എന്ന എൽ.ഡി.എഫ് ക്യാമ്പയിന് ഈ ഫലം തിരിച്ചടിയുമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു.ഡി.എഫിന് കരുത്താകുമെന്ന കാര്യം ഉറപ്പ്. മൂന്നാം പിണറായി സർക്കാർ എന്ന ശക്തമായ ക്യാമ്പയിൻ എൽ.ഡി.എഫ് നടത്തുമ്പോൾ ഒന്ന് പതറിപ്പോയിരുന്ന യു.ഡി.എഫിന് ഈ ഫലം അക്ഷരാർത്ഥത്തിൽ ഓക്സിജനാണ്. എൽ.ഡി.എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിലും ഒറ്റക്കെട്ടായി നിന്നാൽ ജയിക്കാം എന്ന ആത്മവിശ്വാസവും ഈ ജയം യു.ഡി.എഫിന് നൽകുന്നുണ്ട്. നിലമ്പൂരിലെ CPM കോട്ടകളിൽ പോലും വിള്ളൽ വീണത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്നതിന്റെ സൂചന കൂടിയാണ്. നിലമ്പൂരിലെ 11,000-ൽ പരം വോട്ടിന്റെ തോൽവിയേക്കാൾ ജനപിന്തുണയിൽ ഉണ്ടായ വൻ ഇടിവാണ് എൽ.ഡി.എഫിന്റെ നെഞ്ചിടിപ്പ് ഏറ്റുന്നത്. 2026-ലേക്കുള്ള ഒരുക്കമാണ് യു.ഡി.എഫ് നടത്തിയത്. 90-ലധികം സീറ്റുകളിൽ ജയിക്കാവുന്ന മണ്ഡലങ്ങളുടെ പട്ടിക ഇപ്പോൾ തന്നെ യു.ഡി.എഫ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് താഴെത്തട്ടു മുതൽ പ്രവർത്തനം തുടങ്ങാനാണ് യു.ഡി.എഫ് തീരുമാനം. ഇതിനായി കർമ്മപദ്ധതിയും യു.ഡി.എഫ് ആവിഷ്കരിച്ചിട്ടുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യു.ഡി.എഫ്. എൽ.ഡി.എഫ് ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് എങ്ങനെ മറികടക്കും എന്നതും പ്രധാനമാണ്. തെറ്റുതിരുത്തി മുന്നോട്ടു പോകും എന്ന എൽ.ഡി.എഫിന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞു. അത് എങ്ങനെ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.